ആശാ വർക്കർമാരുടെ സമരം വിജയത്തിലേക്ക് എത്തുന്നതുവരെ തലയിൽ മുടി വെക്കില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്ന ഒരു കൗൺസിലറാണ് നമ്മോടൊപ്പം ഉള്ളത്. ആശാ വർക്കർമാരുടെ 50-ാം ദിവസം അവർ തിരുവനന്തപുരത്ത് മുടി മുറിച്ചപ്പോൾ അങ്കമാലിയിൽ വെച്ച് ഞങ്ങൾ തല മുണ്ടനം ചെയ്യുകയും ഈ സമരം തീരുമ്പോഴായാലും സർക്കാർ ഇതിന് ഒത്തുതീർപ്പ് വരുന്നവരേക്കും നമ്മൾ മുടി വയ്ക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ തലമുണ്ടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് ഇത്രയും തന്നെ ചെയ്താൽ പോരാ എന്നുള്ളതാണ് നമ്മളുടെ ഇത്. പക്ഷേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സപ്പോർട്ടാണ് നമ്മുടെ മുടി. ഒരു സ്ത്രീകളെ സംബന്ധിച്ച് മുടി മുറിച്ചപ്പോൾ അവരുടെ ഏറ്റവും കരുതലായിട്ട് കാണുന്നത് അവർ മുടിയാണ്. അപ്പോൾ നമ്മൾ അത് തന്നെ നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്, ആശാവർക്കന്മാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. സമരത്തിന് ഏറ്റവും നല്ല ഐക്യദാർഢ്യം അതായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് അവരവിടെ മുടി മുറിക്കുമ്പോൾ ഇവിടെ മുണ്ടനം ചെയ്തുകൊണ്ട് ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുടെ എല്ലാ സപ്പോർട്ടും ഈ ആശാ സമരത്തിന് ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം വിജയത്തിലേക്ക് എത്തുന്നതുവരെ തലയിൽ മുടി വെക്കില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്ന ഒരു കൗൺസിലറാണ് നമ്മോടൊപ്പം ഉള്ളത്. അങ്കമാലി നഗരസഭയിലെ കൗൺസിലർ AV രഘുവാണ്. എന്താണ് താങ്കൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആശാവർക്കന്മാരുടെ സമരത്തെ കേരള സർക്കാർ ഇത്രയും ഒരു ഗൗരവമില്ലാതെ കണ്ട് അവരെ ഏറ്റവും കഷ്ടപ്പാടിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്കമാലി നഗരസഭയിലെ 2 കൗൺസിലർമാരും അതോടൊപ്പം തന്നെ BJP മുനിസിപ്പൽ പ്രസിഡന്റ് ശ്രീമതി സുപ്രിയയും ഞങ്ങൾ 50-ാം ദിവസം ആശാവർക്കർമാരുടെ 50-ാം ദിവസം അവർ തിരുവനന്തപുരത്ത് മുടി മുറിച്ചപ്പോൾ അങ്കമാലിയിൽ വെച്ച് ഞങ്ങൾ തല മുണ്ടനം ചെയ്യുകയും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ സമരം തീരും വരെ ആശാവർക്കന്മാർ ഇത്ര കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് അവരുടെ സഹന സമരം നടത്തുന്ന സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സമരം തീരും വരെ അല്ലെങ്കിൽ സർക്കാർ ഇതിന് ഒത്തുതീർപ്പ് വരുന്നവരേക്കും നമ്മൾ മുടി വയ്ക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ തലമുണ്ടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ മുടി മാറ്റിക്കൊണ്ട് നമ്മൾ സമരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദിവസം പോലും കിളിക്കാൻ സമ്മതിക്കില്ല, ഇല്ല വെക്കാറില്ല. കാരണം അവരത്ര കഷ്ടപ്പെട്ടാണ് അവർ ആശാ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ രാപ്പകൽ അമ്മമാർ, സ്ത്രീപക്ഷം പറയുന്ന സർക്കാർ അവരെ ഇത്രയും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത് ഇത്രയും തന്നെ ചെയ്താൽ പോരാ എന്നുള്ളതാണ് നമ്മളുടെ ഇത്. പക്ഷേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സപ്പോർട്ടാണ് നമ്മുടെ മുടി. ഒരു സ്ത്രീകളെ സംബന്ധിച്ച് മുടി മുറിച്ചപ്പോൾ അവരുടെ ഏറ്റവും കരുതലായിട്ട് കാണുന്നത് അവർ മുടിയാണ്. അപ്പോൾ നമ്മൾ അത് തന്നെ നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്, ആശാവർക്കന്മാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും ആദ്യമായിട്ട് മുടി മുറിച്ചതും അത് തലമുണ്ടനം ചെയ്തതും സ്വന്തമായിട്ട് പല മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചപ്പോഴും സമരം ചെയ്തപ്പോഴും എല്ലാം പറഞ്ഞപ്പോഴും അങ്കമാലിയിൽ നഗരസഭയിലെ BJP കൗൺസിലർമാരാണ് ആദ്യമായിട്ട് ഇവർക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുടി തല മുണ്ടനം ചെയ്തും അതോടൊപ്പം തന്നെ സ്വന്തം ഓണറേറിയം ഇവിടുത്തെ ആശാവർക്കന്മാർക്ക് നൽകിക്കൊണ്ടും ഇതോടൊപ്പം തന്നെ ഇന്ന് സമരത്തിൽ അവരോടൊപ്പം നിൽക്കുന്നതും ഈ അങ്കമാലി 2 BJP കൗൺസിലർമാർ മാത്രമായിരിക്കും. ഒരു പക്ഷേ സന്ദീപ് 3-ാം വാർഡ് കൗൺസിലറാണ്, ഇദ്ദേഹം 10-ാം വാർഡ് വേങ്ങൂര് കൗൺസിലറാണ്. ഞങ്ങൾ 2 പേരും ഈ പറഞ്ഞ മാതിരി അന്ന് ആ സമരത്തിലുണ്ടായിരുന്നു. 2 പേരെയും മുണ്ടനം ചെയ്തതാണ്. അപ്പോൾ ഈ സമരത്തിന് ഏറ്റവും നല്ല ഐക്യദാർഢ്യം അതായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് അവരവിടെ മുടി മുറിക്കുമ്പോൾ ഇവിടെ മുണ്ടനം ചെയ്തുകൊണ്ട് ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുടെ എല്ലാ സപ്പോർട്ടും ഈ ആശാ സമരത്തിന് ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അവരുടെ സമരം വിജയിക്കുന്നിടം വരെ ഇവരും BJPയുടെ പൂർണ്ണ സപ്പോർട്ടും ഇവർക്കുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നും T. അഭിഷേകിനൊപ്പം R. പീയൂഷ്, മറുനാടൻ TV.